ഹലോ കൂട്ടുകാരെ, ബ്രേക്കിംഗ് ദ ഫോർത്ത് വോൾ വിത്ത് AJയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്കിന്ന് 2024 റിലീസ് ചെയ്ത ഒരു സിനിമയാണ് എടുത്തിരിക്കുന്നത്, അതായത് പുതിയൊരു പടം. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും തന്നെ ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടാവും. ട്രെയിലറിൻ്റെ തുടക്കത്തിൽ ഈ മുതലിനെ കാണുവാണ്. ഒരു സ്പൈ ജോണറാണെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്പൈ മൂവി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ദ മാൻ ഫ്രം അങ്കിൾ അല്ലെങ്കിൽ മിഷൻ ഇംപോസിബിൾ 6 ഒക്കെയാണ് വരിക. കൂടാതെ സിനിമ ആരംഭിക്കുമ്പോൾ മാത്യു വോൺ എന്ന പേരും മാവ് എന്ന ടൈറ്റിലും കാണുന്നു. ട്രെയിലറിൽ ഓൾറെഡി കിങ്സ്മാൻ സിനിമയുടെ പിന്നണി പ്രവർത്തകരാണ് എന്നൊരു സൂചനയും തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് നമ്മൾ കാണാനിരിക്കുന്നത്. തെറ്റില്ലാത്ത രീതിയിൽ ആരംഭവും പിന്നീട് ട്രെയിലറിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സംഭവിക്കുന്നതെല്ലാം ഫിക്ഷൻ ആണ് എന്നും ചിലപ്പോൾ മാറ്റമുണ്ടെന്നും ഒക്കെ നമുക്ക് തോന്നുന്നു. പക്ഷെ തൻ്റെ ഫിക്ഷൻ യഥാർത്ഥമാകുന്നു എന്നുള്ളതും ട്രെയിലറിൽ കാണുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സിനിമ മനസ്സിലായിട്ടുണ്ടാവും. ആർഗൈൽ പേര് കേട്ടപ്പോൾ എനിക്ക് ഗാർഗോയിലാണ് ഓർമ്മ വന്നത്. കിടിലൻ പടം എന്ന് വിചാരിച്ച് നല്ല അടിപൊളി മൊത്തത്തിൽ വാവ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ പടം വലിയ കാര്യത്തിനിരുന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വാവ്. ചുരുക്കി പറഞ്ഞാൽ അത്രയും വലിയ ആന സിനിമ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഒരു വൻ നിരാശയാണ് എനിക്ക് ലഭിച്ചത്. എന്നാലും ചില കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് ഇത് കീറി മുറിച്ച് വിശകലനം ചെയ്യാം. അധികം സമയം ഞാൻ എടുക്കുന്നില്ല. ലെറ്റ്സ് ബ്രേക്ക് ദ ഫോർത്ത് വോൾ. സിനോപ്സിസ്. സിനിമ ആരംഭിക്കുമ്പോൾ തന്നെ ട്രെയിലറിൽ കണ്ട പോലെയൊക്കെ തന്നെയാണ് ആശയം. ആർഗൈൽ എന്ന പേരുള്ള നെഹ്റു സൂട്ടൊക്കെ നല്ല സ്റ്റൈലായിട്ട് ധരിക്കുന്ന ഒരു മാസ്റ്റർ സ്പൈ അയാളുടെ ദൗത്യത്തിനിടയിൽ തൻ്റെ വ്യക്തിത്വം പുറത്താകുന്നു, അഥവാ കോംപ്രമൈസായി എന്ന് മനസ്സിലാവുന്നു. അവിടെ നിന്ന് തൻ്റെ സഹപ്രവർത്തകരുടെ കൂടെ താൻ ആരെ പിടിക്കാനാണോ വന്നത് ആ വ്യക്തിയെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് തൻ്റെ ഏജൻസിയുടെ തലപ്പത്തുള്ള ആൾക്കാർ തന്നെയാണ് ഈ വില്ലന്മാരെന്ന നിഗമനത്തിലേക്ക് എത്തുന്നു. അതവിടെ പറഞ്ഞ് അവസാനിക്കുമ്പോഴാണ് അതൊരു നോവലിൻ്റെ ഭാഗമാണെന്നും അതെഴുതിയ വ്യക്തി തൻ്റെ ആരാധകർക്ക് വേണ്ടി വായിച്ചു കൊടുക്കുന്ന ഒരു റീഡിംഗ് സെഷനിലേക്ക് ക്യാമറയെ കൊണ്ടുപോകുന്നതും. അവിടെ നിന്ന് നമുക്ക് മനസ്സിലായി ഇത്രയും സംഭവിച്ചത് യഥാർത്ഥമല്ല. ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞെടുത്തുനിന്ന് ബാക്കി കഥ ഈ എഴുത്തുകാരി ഒരു പുസ്തകമാക്കുമെന്നും അതടുത്ത് തന്നെ ഇറക്കുമെന്നൊക്കെ പറഞ്ഞ് പിരിയുന്നു. തൻ്റെ പുതിയ പുസ്തകം ഏതാണ്ട് അവസാന ഘട്ടത്തിലൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ ക്ലൈമാക്സിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ സംശയം നിൽക്കുന്നു. അത് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന അവസ്ഥ. സ്വന്തമായൊരു മോട്ടിവേഷന് വേണ്ടി നമ്മുടെ റൈറ്റർ അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകുന്നു. അവിടെ പോകുന്നത് ട്രെയിനിൽ വെച്ചാണ്. അതിൽ ഒരു നാടോടിയെ പോലെ അലസനായ ഒരു വ്യക്തിയെ, താടിമുടിയൊക്കെ വെച്ചിട്ടൊരു വ്യക്തിയെ കാണുന്നു. ആരാധകർ ഇവരുടെ അടുത്ത് വന്ന് മുട്ടുമ്പോൾ ഈ 2 പേരെയും ആരാധകരായിട്ടുള്ളവർ അറ്റാക്ക് ചെയ്യുകയും അവിടെ നിന്ന് ആക്ച്വൽ പ്ലോട്ടിലേക്ക് കഥ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ റൈറ്റർക്ക് പ്രത്യേകിച്ച് റിലേഷൻ ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല. ആകെയുള്ളത് തൻ്റെ അച്ഛനും അമ്മയും കൂടെ ആൽഫി എന്ന പേരുള്ള പൂച്ചയും. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ തുടർന്ന് സിനിമ വേണമെങ്കിൽ കാണുക. കാസ്റ്റ്. ബ്രൈസ് ഡാലസ് അവാർഡ് എന്ന അമേരിക്കൻ ആക്ട്രസ്സാണ് പ്രധാന കഥാപാത്രമായ എലി കോൺവേ എന്ന റൈറ്ററിൻ്റെ വേഷത്തിൽ വരുന്നത്. ഹെൻറി കാവൽ എന്ന ബ്രിട്ടീഷ് ആക്ടറാണ് ഓബ്രി ആർഗൈലിൻ്റെ റോളിൽ, അതായത് നോവലിൽ നായകൻ്റെ റോളിൽ വരുന്നത്. സാം റോക്ക്വെൽ ആ നാടോടി ട്രെയിൻ യാത്രകൻ എയ്ഡൻ വൈൽഡിൻ്റെ വേഷത്തിൽ. ഇവരെ കൂടാതെ ബ്രയൻ ക്രാൻസ്റ്റൺ, കാതറിൻ ഒഹാര, സൊഫിയ ബുറ്റെല്ല, സിംഗറായ ഡുവാലിപ്പ, നമ്മുടെ ജോൺ സീന, സാമുവൽ ജാക്സൺ, അങ്ങനെ ഒരു വമ്പിച്ച സ്റ്റാർ കാസ്റ്റ് തന്നെ സിനിമയ്ക്കുണ്ട്. ഇനി അടുത്തത് ടെക്നിക്കൽസ്. സോ കൂട്ടുകാരെ, ടെക്നിക്കൽ സൈഡ് വ്യക്തമാക്കുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർ ദയവായി ഇവിടെ വെച്ച് നിർത്തിയിട്ട് പോവുക. എന്നാൽ എനിക്കത് ഫ്രീ ആയിട്ട് നിങ്ങളോട് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതൊരു രസംകൊല്ലിയായി മാറും. സോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. ഈ സിനിമയിൽ നമ്മുടെ നായികയ്ക്ക് ലോകത്ത് നടക്കുന്ന സകല സ്പൈ ഡീലിങ്ങുകളെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. അതിൻ്റെ ബേസിലാണ് ഈ നോവലുകൾ എഴുതുന്നതും. പല കാര്യങ്ങളും നോവലിൽ പറഞ്ഞിരിക്കുന്ന അതേപോലെ യഥാർത്ഥത്തിൽ നടക്കുന്നുമുണ്ട്. അതിനെപ്പറ്റി സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ ആശയം കൊടുക്കുന്നു. പക്ഷെ അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മാസ്റ്റർ സ്പൈയായ ഓബ്രി ആർഗൈൽ എന്ന റോളിൽ വരുന്നത് നമ്മുടെ എഴുത്തുകാർ തന്നെയാണെന്നും തൻ്റെ പഴയ ഓരോ ദൗത്യവുമാണ് ഈ കഥ പോലെ എഴുതുന്നതെന്നും തെളിയുന്നു. എന്നാൽ എഴുത്തുകാരിക്ക് ഇതിനെപ്പറ്റി ഒരു ഓർമ്മയില്ല. അഥവാ ഏതോ ഒരു അപകടത്തിന് ശേഷം തൻ്റെ പഴയ കാലം ഓർമ്മയില്ലാത്ത അവസ്ഥ. ഐ നോ വാട്ട് യു പീപ്പിൾ ആർ തിങ്കിങ്. ജെയ്സൺ ബോൺ അതിൻ്റെ ഒരു പ്ലോട്ട് പോലെയുണ്ട്. അംനേഷ്യ. ബെയർ വിത്ത് മീ പീപ്പിൾ.
എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതേ ആശയം തന്നെയല്ലേ നമ്മുടെ പഴയ അർണോൾഡ് ഷ്വാർസ്നെഗർ നായകനായി വന്ന ചിത്രം ടോട്ടൽ റീകോളിലും? അവിടെയും നായകൻ ഒരു സ്പൈ ആണ്. തൻ്റെ അണ്ടർ കവർ ഓപ്പറേഷൻ്റെ ഭാഗമായി ഓർമ്മകൾ നഷ്ടപ്പെടുത്തി വേറൊരു വ്യക്തിത്വത്തിൽ നുഴഞ്ഞു കയറി പ്രവർത്തിക്കുന്നു. അവിടെ പക്ഷേ പുതിയൊരു വ്യക്തിത്വമാണ് അയാൾക്കുള്ളത്. ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾക്കിടയിൽ പാടുപെടുന്ന നായകൻ യഥാർത്ഥം ഏതാണ് മിഥ്യ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഈ സിനിമയുടെ കഥയുടെ ഏകദേശം ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇൻസ്പയർഡായ സിനിമ രണ്ടായി. എഴുത്തുകാരുടെ ആശയം യഥാർത്ഥത്തിലേക്ക് വരുന്ന വേറൊരു സിനിമയും കൂടി ഇതിന് ആധാരമായി കാണാം. അത് കുട്ടികൾക്കായി തയ്യാറാക്കിയിട്ടുള്ള നിംസ് ഐലൻഡ് എന്ന സിനിമയാണ്. ഈ സിനിമയിൽ എഴുത്തുകാരിയുടെ മനോഭാവവും വ്യക്തിത്വവും ഏതാണ്ട് ഒരേപോലെ തന്നെ ആ സിനിമയിലും കാണാം. അതുപോലെ വേറൊരു അമേരിക്കൻ സിനിമയുണ്ട്, അതിലെ ആശയവും ഇവിടെ കാണാം. അത് അമേരിക്കൻ അൾട്ര എന്ന സ്പൈ ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഇത്രയൊക്കെ അലമ്പാണെങ്കിലും സിനിമയിൽ ഒരു രംഗത്തിൽ നിന്ന് മറ്റൊരു രംഗത്തിലേക്ക് കടന്നു പോകുന്ന ട്രാൻസിഷൻ എഫക്റ്റ് അത് അടിപൊളിയാണ്. ഒരു കാര്യം ഇവർ പറയുന്നത് കറക്റ്റാണ്, അതെന്നോട് യോജിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചാരൻ എന്ന് പറഞ്ഞാൽ ജെയിംസ് ബോണ്ടിനെ പോലെ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വ്യക്തിയല്ല. അതൊരു സാധാരണക്കാരനായിരിക്കണം, ഒരു ലെയ്മൻ. ആ ഒരു പോയിൻ്റ് മാത്രമാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. കൂടാതെ ഈ സിനിമയിൽ നല്ല നല്ല പശ്ചാത്തലങ്ങൾ, അതായത് ഓരോ ലൊക്കേഷനും സ്ഥലവും അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഈ രംഗം ഒന്ന് ശ്രദ്ധിച്ചേ, ഈ കാണുന്ന മുന്തിരിപ്പാടത്തിൽ ആ ഭാഗം ഒന്ന് നോക്കിക്കേ, അതെങ്ങനെ അതവിടെ നിൽക്കട്ടെ. ഇതേ രംഗം തന്നെയല്ലേ ഹിറ്റ്മാൻസ് ബോഡിഗാർഡ് 2 കാണുന്നത്. ആ ഡോറിൻ്റെ മറവിൽ നിന്ന് മോർഗൻ ഫ്രീമൻ ഇറങ്ങി വരുന്ന ആ രംഗം, അത് തന്നെ. അയ്യോ, ഇവിടെ മോർഗൻ ഫ്രീമൻ അല്ല, പകരം സാമുവൽ എൽ ജാക്സൺ ആണ് ഇറങ്ങി വരുന്നത്. അടിപൊളി, അവിടെയും കോപ്പി. ഓക്കെ, മൂവിങ് ഓൺ. ആ സാമുവൽ എൽ ജാക്സനും പൂച്ചയും മാർവലിൽ നിന്ന് ഇവരെടുത്ത് അടിപൊളി. ഇതിലെ അരോചകരമായ ഒരു കാര്യം വില്ലൻ റോളിൽ വന്ന ബ്രയൻ ക്രാൻസ്റ്റൻ്റെ കാസ്റ്റിംഗ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ മികവിൻ്റെ ഒരു അളവുകോൽ എന്നുള്ള രീതിയിൽ ഒരു ക്രാൻസ്റ്റൺ മീറ്റർ എടുത്താൽ തമാശ റോളുകളിൽ ഏറ്റവും എക്സ്ട്രീമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത മാൽക്കം ഇൻ ദ മിഡിലും സീരിയസ് റോളിൽ ബ്രേക്കിംഗ് ബാഡും, ഈ രണ്ട് ലെവലുകളിലും വെച്ച് നോക്കിയാൽ ഇതിലെ അഭിനയം ഇതിലേതിൽ പെടുത്തണമെന്ന് എനിക്കറിയില്ല. ഇത് ചിലപ്പോൾ ഇത് പുറത്ത് കൊണ്ട് കളയേണ്ടി വരും, അത്രയ്ക്ക് മോശമായിരുന്നു. ഇതിലും വേറെ തമാശ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ടോട്ടൽ റീകോൾ എന്ന സിനിമയുടെ റീബൂട്ടിൽ കോളിൻ ഫെർൽ നായകനായി വന്ന സിനിമയിൽ വില്ലൻ റോളിൽ വരുന്നത് ബ്രയൻ ക്രാൻസ്റ്റൺ ആണ്. ആ റോള് കുറച്ചും കൂടി കൺവിൻസിങ് ആണ്. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. സിനിമ കടന്ന് രസകരമായ ചില ആക്ഷൻ രംഗങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും നായിക റോളിൽ വന്നിരിക്കുന്ന ബ്രയസ് ഡാലസ് ഹൊവാർഡിൻ്റെ ആക്ഷനും സ്റ്റണ്ടും കൃത്യമായി നമുക്ക് രജിസ്റ്റർ ആയോ എന്നൊരു സംശയം. അത് കുറച്ചൊക്കെ എനിക്ക് കല്ലുകടിയായിട്ടൊക്കെ ഫീൽ ചെയ്തു. നമ്മൾ അതും സഹിച്ച് മുന്നോട്ട് പോയി. അവസാനത്തേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും കഥ അവസാനിച്ചു. ഭാഗ്യം. ഇവരുടെ അനുഭവം ഒരു പുസ്തകമൊക്കെ മാറ്റുന്നു, അത് ബെസ്റ്റ് സെല്ലറായി മാറുന്നു. അതിൻ്റെ ഒരു റീഡിങ് സെഷൻ നടക്കുന്നു, ഇൻ്റർവ്യൂ നടക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരാവശ്യമില്ലാതെ ദേ വരണു. വാട്ട് കൈൻഡ് ഓഫ് അബോമിനേഷൻ ഇസ് ദിസ്? സിനിമ തീർന്നെന്ന് വിചാരിച്ചപ്പോൾ മാത്യു വോൺ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമ കിങ്സ്മാനിലേക്ക് ഒരു ബന്ധം കൊടുക്കുന്ന ഒരു മിഡ് ക്രെഡിറ്റ് സീനും കാണിക്കുന്നു. സ്വാഭാവികമായി പ്രേക്ഷകരായ നമുക്കും തോന്നും, ഈ രണ്ടും നടക്കുന്നത് ഒരേ പ്രപഞ്ചത്തിൽ തന്നെയാണോ? ആണെങ്കിൽ എനിക്കൊരൊറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ. ഇനി അഥവാ ഇവരെ ഒരുമിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ഈ സീനൊന്ന് വ്യക്തമാക്കി തരണം. കിങ്സ്മാൻ എന്ന സിനിമയിൽ കാലുകൾക്ക് പകരം വാളുകൾ പിടിപ്പിച്ച ആ ചേച്ചി, അതെ, നമ്മുടെ മമ്മി സിനിമ റീബൂട്ട് ചെയ്തപ്പോൾ വില്ലത്തിയെ വന്ന് ഫ്ലോപ്പാക്കിയ ചേച്ചി ഈ സിനിമയിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നൊരു നിഗൂഢ വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വാളുകൾ മാറ്റി കാലുകൾ പിടിപ്പിച്ച അതോ എന്താണാവോ? ആ സിനിമയിൽ കിങ്സ്മാനിൽ മരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷനാണ് ഈ സിനിമ. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ കൊണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എന്താണാവോ ഉദ്ദേശിക്കുന്ന ഒരു പിടുകയുമില്ല. കണ്ടതുകൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടായില്ല. ജോൺ സീനനെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്, എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ. ഐ നോ ഇറ്റ് ഈസ് ഡിസപ്പോയിൻറ്റിങ്. ഇങ്ങനെയും ഒരാവശ്യവുമില്ലാതെ വലിയ വലിയ നടീനടന്മാരെ കൊണ്ട് കച്ചറപ്പടങ്ങൾ ഇറക്കുന്ന അങ്ങ് ഹോളിവുഡിലുമുണ്ട് എന്ന സന്ദേശത്തോടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. അടുത്ത ഒരു തരക്കേടില്ലാത്ത സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.